പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രതിപാദിക്കുന്നത് ഒരുപാട് രക്ഷിതാക്കൾ കുട്ടികൾ തീരെ പഠിക്കുന്നില്ല, പഠിക്കാൻ താല്പര്യമില്ല. അതുപോലെ നേരത്തെ പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു, ഇപ്പോൾ തീരെ പഠിക്കാൻ താല്പര്യമില്ല, പഠിച്ചാൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല, ശ്രദ്ധ ലഭിക്കുന്നില്ല, കുട്ടിക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. ഇങ്ങനെ കുട്ടികൾ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന അതിനെക്കുറിച്ച് ഒരുപാട് രക്ഷിതാക്കൾ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾ പഠനത്തിൽ പിന്നാക്കം നിൽക്കാൻ 20 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കുട്ടി പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നുണ്ടെങ്കിൽ, പഠനത്തിൽ താല്പര്യം കാണിക്കുന്നില്ലെങ്കിൽ, നേരത്തെ പഠിച്ചിരുന്നു ഇപ്പോൾ പഠിക്കുന്നില്ല എങ്കിൽ, ഈ പറഞ്ഞ 20 കാരണങ്ങളിൽ ഏതെങ്കിലും ഒരു കാരണങ്ങളായിരിക്കും കുട്ടിക്കുണ്ടാവുക. പക്ഷേ ഇതിൻ്റെ പരിഹാരം ഞാൻ അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ഇന്ന് കാരണങ്ങൾ മാത്രമാണ് ഞാൻ ചർച്ച ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടികൾക്ക് ഈ കാരണങ്ങൾ, ഞാൻ പറയുന്ന കാരണങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുക. ഒന്നാമത്തത് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. കുട്ടികൾക്ക് പഠിക്കാൻ പ്രചോദനം ലഭിക്കുന്നില്ല, പ്രോത്സാഹനം ലഭിക്കുന്നില്ല. ഇത് രണ്ട് രീതിയിലാവാം. ഒന്ന്, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു സിസ്റ്റം ഇതുവരെ, ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പഠിച്ച കുട്ടികളെയും അല്ലാത്ത കുട്ടികളൊക്കെ കയറ്റം കൊടുക്കുക, സ്ഥാന കയറ്റം കൊടുക്കുക, പരീക്ഷയ്ക്ക് വലിയ പ്രാധാന്യം നൽകാതെ, എഴുതിയാലും ഇല്ലെങ്കിലും തോറ്റാലും അവരെ കുട്ടികൾക്ക് സ്ഥാനക്കയറ്റം കൊടുക്കുന്നു. അപ്പോൾ കുട്ടിക്ക് ബോധ്യപ്പെടാൻ, ഞാൻ പഠിച്ചില്ലെങ്കിലും ഞാൻ പാസ്സാവും, അതുകൊണ്ട് പഠിക്കേണ്ടതില്ല. അപ്പോൾ പഠിക്കാനുള്ള ഒരു പ്രചോദനം, ഒരു ഹേതു, മോട്ടിവേറ്റ് ഇല്ല എന്നതുകൊണ്ടും കുട്ടികൾ എന്താവാം, പഠിക്കാതിരിക്കാം. ചില കുട്ടികൾ നന്നായി പഠിക്കും, അവരുടെ ചെറിയ ചെറിയ കഴിവുകൾ വെച്ച് അവർ ചെറിയ രൂപത്തിൽ അവർ പഠിക്കും. പക്ഷേ സ്കൂളിൽ നിന്നോ മദ്രസകളിൽ നിന്നോ വന്ന് അവർ വരച്ച അല്ലെങ്കിൽ അവർ എഴുതിയ എഴുത്തുകൾ, വരകളൊക്കെ കാണിച്ച് നമ്മളോട് കാണിക്കുമ്പോൾ നമ്മൾ ജോലി തിരക്കിടയിൽ അവഗണിക്കും കുട്ടികളെ. ഞാൻ ഈ തിരക്കിൽപ്പെട്ട സമയത്താണ് നീ ഇതിൻ്റെ ചിത്രം, ഇങ്ങനെ തുടങ്ങി നമ്മളൊരു പ്രോത്സാഹനം, കുട്ടികൾ ചെയ്ത പഠിക്കുന്ന ചെറിയ കാര്യങ്ങൾ പ്രോത്സാഹനം ലഭിക്കാതെ പോകുമ്പോഴും നമ്മൾ ആ കുട്ടികൾ പഠനത്തിൽ പിന്നാക്കം നിൽക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാരണം ലോ ഐക്യു, ബുദ്ധി കുറവ്. നമ്മൾ പഴയ കാലത്തൊക്കെ പറഞ്ഞിരുന്നത് ഏകബുദ്ധിയാണ്, അതായത് എല്ലാ ആളുകളും, എല്ലാ കുട്ടികളും ഒരുപോലെ എന്നാണ്. ഇപ്പോൾ ശാസ്ത്രലോകം എത്തിയിരിക്കുന്നത് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്, അതായത് ബഹുമുഖ ബുദ്ധി. എല്ലാ കുട്ടികൾക്കും ഒരേ തരത്തിലുള്ള ബുദ്ധിയല്ല, ഒരേ രൂപത്തിലുള്ള ചിന്തയും ശേഷിയും. ഓരോ കുട്ടികളും യുണീക്കാണ്. ഒരു കുട്ടിക്ക് എഴുത്തിലും വായനയിലും കഴിവില്ലെങ്കിൽ മറ്റുള്ള വിഷയത്തിൽ കഴിവുണ്ടാകും. അതുകൊണ്ട് ഒരു വിഷയത്തിൽ കഴിവില്ലെങ്കിൽ ആ കുട്ടി മറ്റുള്ള വിഷയത്തിൽ കഴിവില്ല, ബുദ്ധി കുറവാണെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും ബുദ്ധി കുറവ് കാരണവും കുട്ടികൾക്ക് എന്ത് സംഭവിക്കാം, പഠനത്തിൽ പിന്നാക്കം പോകാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാരണമാണ് പുവർ എക്കണോമിക് സ്റ്റാറ്റസ്, സാമ്പത്തികമായ പ്രയാസങ്ങൾ. കുട്ടി നല്ല മിടുക്കായിരിക്കാം, നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ കുട്ടിയുടെ ബേസിക് നീഡ് എന്ന് പറയുന്ന ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, അടിസ്ഥാന ആവശ്യങ്ങൾ വരെ കുട്ടിക്ക് ലഭിക്കുന്നില്ല. നമ്മളെ കേരള, മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ പോയാൽ നമുക്ക് കാണാം, അവിടെയുള്ള കുട്ടികൾ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അവർ കഷ്ടപ്പെടുകയാണ്. ചെറിയ മക്കൾ തന്നെ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ഏറ്റവും വലുത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശപ്പ് തന്നെയാണ്. അപ്പോൾ അവർക്ക് പഠിക്കാൻ കഴിയില്ല, അവരെ പഠനത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ സാമ്പത്തിക പ്രശ്നം, ചില കുട്ടികൾക്ക് ബാഗ് വാങ്ങാൻ, സ്കൂൾ, അതുപോലെ വസ്ത്രങ്ങൾ വാങ്ങാൻ, ഫീസ് അടക്കാൻ പ്രയാസമുള്ള കുട്ടികളുണ്ടാവും, വാഹനത്തിൽ പോകാൻ വരാനുള്ള ചെലവിൻ്റെ പ്രയാസങ്ങളുണ്ടാവും. ഇങ്ങനെ സാമ്പത്തിക ഒരു സ്റ്റാറ്റസ് അത് പിന്നിലാണെങ്കിൽ കുട്ടികൾ പഠനത്തിൽ പിന്നിൽ പോകാൻ സാധ്യതയുണ്ട്. നാലാമത്തെ കാരണമാണ് ബ്രോക്കൺ ഫാമിലി, ബ്രോക്കൺ ഹോം, വേർപെട്ട കുടുംബം, ഒരു ഐക്യമില്ലാത്ത വീടുകൾ. ആ വീട്ടിൽ വളരുന്ന കുട്ടികൾ, ആ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് പഠനത്തിൽ മുന്നേറാൻ കഴിയില്ല എന്ന് മാത്രമല്ല പഠിക്കാൻ പോലും കഴിയില്ല. പിന്നെ ഉമ്മയും ഉപ്പയും വേർപെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും രണ്ടുപേരും വിദേശത്താണ് താമസിക്കുന്നത്, കുട്ടി ഒറ്റക്കാണ് കുടുംബത്തോടൊപ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ ഉപ്പയോ ഉമ്മയോ മരിച്ചു പോയിരിക്കുന്നു, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ എപ്പോഴും കലാപവും പ്രശ്നങ്ങളും അടിപിടിയും ഇങ്ങനെ നടക്കുന്ന വീട്ടുകളിലെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല. ഇപ്പോൾ അടുത്ത് തന്നെ ഒരു കുട്ടി, ഇവിടെ ഒരു കേസ് വന്നിരുന്നു കൗൺസിലിങ്ങിൻ്റെ. അപ്പോൾ ആ കുട്ടി ഖുർആൻ 30 ജുസ് മനഃപ്പാഠമാക്കിയ കുട്ടിയാണ്. പക്ഷേ ആ കുട്ടി ഇപ്പോൾ പഠിക്കാൻ കഴിയുന്നില്ല. നേരത്തെ നന്നായി പഠിച്ചിരുന്ന കുട്ടിയാണ്. കാരണം ഇപ്പോൾ ആ കുട്ടിയുടെ ജ്യേഷ്ഠൻ മാനസിക പ്രശ്നം കാരണം വീട്ടിൽ വന്ന് ഉമ്മയെ അടിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് കണ്ട ഈ കുട്ടിക്ക് എപ്പോഴും ഈ ഒരു ചിന്ത അലട്ടുകയാണ്, പഠിക്കാൻ കഴിയുന്നില്ല. അപ്പം ഇങ്ങനെ വീട്ടിൽ പ്രശ്നമുള്ള കുട്ടികൾക്കും എന്താകാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല, പഠനത്തിൽ പിന്നോക്കം നിൽക്കാൻ സാധ്യതയുണ്ട്. അഞ്ചാമത്തെ കാരണമാണ് റോങ് കമ്പാനിയൻഷിപ്പ്, അതായത് തെറ്റായ കൂട്ടുകെട്ട്. നമ്മൾ പ്രത്യേകിച്ചും ഒരുപാട് ഉമ്മമാർ പറയും, കുട്ടി 7ാം ക്ലാസ് വരെ നന്നായി പഠിച്ചിരുന്നു, ഇപ്പോൾ തീരെ പഠിക്കുന്നില്ല. ഒരു കുട്ടികൾ, ഞാൻ പൊതുവെ പറയാനുള്ളത് പോലെ ടീനേജ് 13 തൊട്ട് 18 ഇടയിൽ ആ ഒരു സമയത്താണ് പിയർ പ്രഷർ. കുട്ടികൾക്ക് സുഹൃത്തുക്കൾ കൂടുതൽ ഉണ്ടാവുകയും സുഹൃത്തുക്കളിലെ കുട്ടികൾ കൂടുതൽ ആകർഷിക്കുകയും സുഹൃത്ത് വലയത്തെ കൂടുതൽ കൂടെ കൂട്ടുകയും അവരെ കൂടെ എപ്പോഴും
സൗഹൃദം പങ്കിടുകയും ചെയ്യുന്ന ആ ഒരു പ്രായത്തിൽ, അതും മോശമായ കൂട്ടുകെട്ടാണെങ്കിൽ, പഠിക്കാൻ താല്പര്യമില്ലാത്ത, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കൂട്ടുകാരാണെങ്കിൽ, പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ അവനും കൂടെ കൂട്ടത്തിൽ കൂടി പിന്നിൽ പോകാൻ സാധ്യതയുണ്ട്. ഇതും ഒരു കാരണമാണ്. ആറാമത്തെ കുട്ടികൾ പഠനത്തിൽ പിന്നാക്കം നിൽക്കാനുള്ള കാരണം ഹെൽത്ത് പ്രോബ്ലംസ് ആണ്, ആരോഗ്യ പ്രശ്നങ്ങൾ. കണ്ണിൻ്റെ കാഴ്ച, കേൾവിക്കുറവുണ്ട്, സ്ഥിരമായ രോഗമുണ്ട്, പഴക്കമുള്ള രോഗമുണ്ട്, തലവേദന, അതുപോലെ സ്ഥിരമായ രോഗമുള്ള കുട്ടികൾക്കും പഠിക്കാൻ കഴിയില്ല. അപ്പോൾ പല രക്ഷിതാക്കളും പറയും കുട്ടിക്ക് പഠിക്കാൻ. അപ്പോൾ ഈ രോഗം ഉണ്ടെങ്കിൽ ആ രോഗത്തിന് ചികിത്സിക്കണം ആദ്യം. പല ആളുകളെയും ഞാൻ തന്നെ ഉണർത്തിയിട്ടുണ്ട്. അതായത് കുട്ടി എത്ര പറഞ്ഞാലും കേൾക്കുന്നില്ല എന്ന് പറയും. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് കേൾവി, ഒരു ഭാഗത്തെ കേൾവി മുഴുവൻ നഷ്ടപ്പെട്ടിരുന്നു. ഇതുവരെ അവർക്ക് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ പറയുമ്പോഴാണ് അറിയുന്നത്. പല കുട്ടികളും ചിലപ്പോൾ നമ്മൾ ബോർഡിൽ എഴുതി കൊടുത്താൽ എഴുതാൻ വേണ്ടി ബോർഡിൻ്റെ അടുത്തേക്ക്, അപ്പോൾ ചില അധ്യാപകർ അവിടെ ഇരുന്ന് എഴുതരാന്ന് പറയും, ഇങ്ങോട്ട് വരണ്ടെന്ന്. യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് കാഴ്ചയില്ല, കാഴ്ച കുറവാണ്. കാണാത്തത് കൊണ്ട് ബോർഡിന് അടുത്ത് വന്ന് എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മൾ കുട്ടി ആട്ടി വിടുകയാണ്. അപ്പോൾ കുട്ടിക്ക് കാഴ്ച കുറവുണ്ട്. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും കുട്ടികൾ പഠനത്തിൽ പിന്നാക്കം നിൽക്കാം. ഏഴാമത്തെ കാരണം ലേണിംഗ് ഡിസബിലിറ്റി, ലേണിംഗ് ഡിഫിക്കൽട്ട്, പഠന വൈകല്യം. സാധാരണ പരിശീലനം ലഭിച്ചിട്ടും സാധാരണ ബുദ്ധി ഉണ്ടായിട്ടും കുട്ടികൾക്ക് പഠിക്കാനോ പിന്നെ എഴുതാനോ വായിക്കാനോ കണക്ക് കൂട്ടാനോ കഴിയാത്തൊരവസ്ഥ. അതിൽ തന്നെ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാലിക്കുലിയ, ഡിസ്പ്രാക്സിയ, എഴുത്തിൽ പ്രയാസമുള്ള കുട്ടികൾ, വായനയിൽ പ്രയാസമുള്ള കുട്ടികൾ, കണക്കിൽ പ്രയാസമുള്ള കുട്ടികൾ, മസിൽ കോർഡിനേഷൻ, ഓർമ്മിച്ച് വെക്കാൻ, അതുപോലെ ശ്രദ്ധ പ്രയാസമുള്ള കുട്ടികൾ, ഇങ്ങനെ പല നിലക്കുള്ള വൈകല്യങ്ങളുള്ള കുട്ടികൾക്കും പഠിക്കാൻ കഴിയില്ല. ഇത് പഠന പിന്നോക്കം നിൽക്കാനുള്ള കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ്. എട്ടാമത്തെ കാരണമാണ് എമോഷണൽ പ്രോബ്ലംസ്, മാനസിക പ്രശ്നങ്ങൾ, വൈകാരിക പ്രശ്നങ്ങൾ. ചില കുട്ടികൾക്ക് അമിതമായ ഭയം, ഫിയർ, നിരാശ, സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ. മറ്റുള്ള പല കാരണങ്ങളെ കൊണ്ടും മാനസിക പ്രശ്നങ്ങളുള്ള കുട്ടികൾ, ഡിപ്രഷൻ, ആങ്സൈറ്റി, ഇങ്ങനെയുള്ള കുട്ടികൾക്കും പഠിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒമ്പതാമത്തതാണ് ലാക്ക് ഓഫ് പാരന്റൽ സപ്പോർട്ട്. രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു സപ്പോർട്ട്, പ്രചോദനം, അംഗീകാരം ലഭിക്കാത്ത കുട്ടികൾക്കും പഠനത്തിൽ മുന്നേറാൻ കഴിയില്ല, പഠിക്കാൻ കഴിയില്ല. സാധാരണ ചില രക്ഷിതാക്കൾ പഠിച്ചിട്ട് എന്ത് കിട്ടാൻ, നീ മലമറിച്ചു, എത്രയൊക്കെ പഠിച്ച്, അപ്പോൾ ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നില്ലേ. അപ്പോൾ ഓരോ കാലങ്ങളിലും വ്യത്യാസങ്ങളുണ്ടാവും. വാപ്പ പഠിക്കാത്തതിൻ്റെ പേരിൽ ഒരുപാട് പണം സമ്പാദിച്ചു എന്ന് വെച്ച് ഈ കാലത്ത് ചിലപ്പോൾ അങ്ങനെ സമ്പാദിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇപ്പോൾ നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ പോയാൽ അവിടെ അച്ഛനും അമ്മയും അവർ രാവിലെ എഴുന്നേറ്റ് പാടത്തിൽ പോയി ജോലി ചെയ്യുന്നു. അതേപോലെ മക്കളും അതുപോലെ ചെയ്യുന്നു. അവർക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പാരന്റൽ ഒരു സപ്പോർട്ട് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. അത് ലഭിച്ചില്ലെങ്കിൽ കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കാം. പത്താമത്തെ കാരണമാണ് പുവർ ടീച്ചിങ് മെത്തേഡ്. കുട്ടി നല്ല മിടുക്കനായിരുന്നു, അതുപോലെ മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഓക്കെയാണ്, പക്ഷേ ടീച്ചിങ് മെത്തഡോളജി അത് ഈ കുട്ടിക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല. ട്രെയിൻഡായ റൈറ്റായ ടീച്ചേഴ്സ് അല്ല കുട്ടിയെ പഠിപ്പിക്കുന്നതെങ്കിലും കുട്ടി പഠനത്തിൽ പിന്നോക്കം നിൽക്കാം. ആദ്യം ഒരു സ്കൂളിൽ നന്നായി പഠിച്ച കുട്ടി മറ്റൊരു സ്കൂളിൽ ചേർത്തപ്പോൾ കുട്ടി പഠനത്തിൽ പിന്നോക്കം നിൽക്കാൻ കാരണം അവിടുത്തെ അധ്യാപന രീതി കുട്ടിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടും കുട്ടി പഠനത്തിൽ പിന്നോക്കം നിൽക്കാൻ സാധ്യതയുണ്ട്. 11ാമത്തെ കാരണമാണ് ഓവർ ക്രൗഡഡ് ക്ലാസ് റൂം. ചില സ്കൂളുകളിലൊക്കെ ഒരു പരിമിതി ഉണ്ടാവും, സൗകര്യക്കുറവുണ്ടാവും. അത് കാരണം ഒരു ക്ലാസ്സിൽ തന്നെ 50ഓ 60ഓ കുട്ടികളുണ്ടാവും. ഒരു അധ്യാപകനായിരിക്കും കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ക്ലാസ് എടുക്കും. ഓരോ കുട്ടികളെ പരിശോധിക്കാനും അവരെ പഠിപ്പിക്കാനും അവർക്ക് വർക്ക് കൊടുക്കാനും സമയം ലഭിക്കാത്തത് കൊണ്ട്, സൗകര്യമില്ലാത്തത് കൊണ്ട് നല്ല മിടുക്കരായ കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കാൻ സാധ്യതയുണ്ട്. 12ാമത്തെ കാരണമാണ് ഫ്രീക്വന്റ് ആബ്സെന്റീസം. കുട്ടി നല്ല പഠിക്കുന്ന കുട്ടിയാണ്, പക്ഷേ എപ്പോഴും ലീവാണ് കുട്ടി. വീട്ടുകാർ കൂടുതലും യാത്ര പോവുക, എപ്പോഴും കല്യാണം, അതുപോലെ മറ്റുള്ള സദ്യകൾ, ചടങ്ങുകളൊക്കെ പേരിൽ കുട്ടി കൂടുതൽ ലീവ്, എപ്പോഴും അബ്സെൻ്റാണ് കുട്ടി. അങ്ങനെയാണെങ്കിലും ആ കുട്ടിക്ക് ചിലപ്പോൾ പാഠഭാഗങ്ങൾ, ഒന്നാമത്തെ പാഠഭാഗം നന്നായി മനസ്സിലായി, രണ്ടാമത്തെ പാഠഭാഗം വിട്ടുപോയി, ഒന്നാമത്തെ പാഠം മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പരിഷ്കരിച്ച പാഠങ്ങൾ പ്രത്യേകിച്ചും ചിലപ്പോൾ രക്ഷിതാക്കൾക്ക് പഠിപ്പിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അത് നഷ്ടപ്പെട്ടാൽ അധ്യാപകന് വീണ്ടും പഠിപ്പിക്കാൻ പ്രയാസമായിരിക്കും. കുട്ടിക്ക് പഠിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആയാലും കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കാൻ സാധ്യതയുണ്ട്. 13ാമത്തെ കാരണം ലാംഗ്വേജ് ബാരിയർ. ഇപ്പോൾ അത് സ്കൂളുകളൊക്കെ വളരെ കുറവായിരിക്കും സംഭവിക്കുക. അപ്പോൾ മദ്രസകളിലൊക്കെ പല കുട്ടികളും പറയാറുണ്ട്, ഇപ്പോൾ കർണാടകയിൽ നിന്നുള്ള ഒരു അധ്യാപകനാണ് കേരളത്തിൽ വന്ന് പഠിപ്പിക്കുന്നതെങ്കിൽ ഭാഷയുടെ പ്രയാസം ഉണ്ടാവും. നല്ല മിടുക്കനായ അധ്യാപകനാണ്, ട്രെയിനിങ് ഒക്കെ ലഭിച്ച ആളാണെങ്കിലും ഭാഷയുടെ പ്രയാസം ഉണ്ടാവും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ. കർണാടക സംസാരിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ അവിടുത്തെ ഭാഷ സംസാരിക്കുന്നവർക്ക് മലയാളത്തിൽ കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ ഭാഷ വ്യത്യാസം, അധ്യാപകരിൽ ഇടയിൽ വരുന്ന ഭാഷ വ്യത്യാസവും
കുട്ടികളെ പഠനത്തിൽ പിന്നാക്കം നിൽക്കാൻ പ്രധാനപ്പെട്ട ഒരു കാരണം തന്നെയാണ്. അഡിക്ഷൻ ടു മൊബൈൽ 14ാമത്തെ കാരണം. കുട്ടി നന്നായി പഠിച്ചിരുന്ന കുട്ടി മൊബൈൽ അഡിക്റ്റായി. നോമോഫോബിയ. മൊബൈലിൽ നിന്ന് ഈ കുട്ടിക്ക് മാറി നിൽക്കാൻ കഴിയുന്നില്ല. കൂടുതൽ സമയവും മൊബൈലിലാണ്. കുട്ടിയെ പഠനത്തെയും ജീവിതത്തിൻ്റെ സാധാരണ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും കുട്ടി ചെയ്യുന്നില്ല. കൂടുതൽ സമയം കുട്ടി ചെലവഴിക്കുന്നത് മൊബൈലാണ്. മൊബൈൽ അഡിക്ഷനെ കുറിച്ച് ഏറ്റവും നല്ല എഫക്റ്റീവ് ആയതിനുള്ള പരിഹാരം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിലുണ്ട്, പോയി കാണുക. അപ്പോൾ മൊബൈൽ അഡിക്റ്റായ, TV അഡിക്റ്റായ ഈ കുട്ടികൾക്ക് പഠനത്തിൽ മുന്നേറാൻ കഴിയില്ല, പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. 5ാമത്തെ കാരണം നെഗ്ലക്റ്റ് ഓർ അബ്യൂസ് അറ്റ് ഹോം. വീട്ടിൽ നിന്നുള്ള പീഡനം, നിരന്തരമായ പീഡനം. ഉപ്പയും ഉമ്മയും വഴക്ക് കൂടുന്നു. ചിലപ്പോൾ ചില വീടുകളിലൊക്കെ ഉപ്പയും ഉമ്മയും നല്ല ഒരു ഐക്യത്തിലായിരിക്കും, പക്ഷെ മക്കളെ നന്നായി ശകാരിക്കുകയും ദേഷ്യം പിടിക്കുകയും അടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ പല വീടുകളിലുമുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വീട്ടിൽ നിന്ന് പീഡനവും അതുപോലെ സമൂഹത്തിൽ നിന്ന് പീഡനം, സ്കൂളിൽ നിന്ന് പീഡനം, ഇങ്ങനെയൊക്കെ ലഭിക്കുന്ന കുട്ടികൾക്കും പഠിക്കാൻ കഴിയില്ല, അവർ പഠനത്തിൽ പിന്നിലാകും. 16ാമത്തെ കാരണം ലാക്ക് ഓഫ് സ്റ്റഡി എൻവയോൺമെൻറ്റ് അറ്റ് ഹോം. വീട്ടിൽ പഠിക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല. കാരണം ഒരു ടൗണിലോ അല്ലെങ്കിൽ ഒരുപാട് കുടുംബങ്ങൾ ഒന്നിച്ച് താമസിക്കുന്ന വീട്ടിലാണ് ഈ കുട്ടി താമസിക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും അതിഥികൾ വരുന്ന വീട്, അല്ലെങ്കിൽ നമ്മൾ അതിഥികളുടെ വീട്ടിൽ അങ്ങോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. ആ കുട്ടികൾക്ക് വർക്കുകൾ ചെയ്യാൻ, പഠിക്കാൻ, അവർക്ക് കൊടുത്ത വർക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയില്ല. അതും ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെയാണ്. 17ാമത്തെ കാരണമാണ് പുവർ ന്യൂട്രീഷൻ, പോഷകാഹാരം കുറവ്. നമ്മൾ സാധാരണഗതിയിൽ കുട്ടികൾക്ക് എല്ലാം വാങ്ങിക്കൊടുക്കും, പക്ഷേ ഓരോ പ്രായത്തിലും കുട്ടികൾക്ക് ഏത് ഭക്ഷണം കഴിക്കണം, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് ഡയറ്റിംഗ്, അതായത് ഓരോ പ്രായത്തിലും ഏത് ഭക്ഷണം കഴിക്കണം, നല്ല നല്ല ഭക്ഷണം ലഭ്യമാണ്, സാമ്പത്തിക പ്രയാസങ്ങളില്ല, പക്ഷെ നമ്മൾ സാധാരണഗതിയിലുള്ള ആ ഒരു ഭക്ഷണശീലം തന്നെയാണ് നമ്മൾ തുടർന്ന് കൊണ്ടുപോകുന്നത്. കുട്ടികൾക്ക് നല്ല ഭക്ഷണം, പോഷക ആഹാരം, അത് ന്യൂട്രീഷൻ ഫുഡ് കൊടുത്താൽ മാത്രമേ കുട്ടികൾക്ക് ആവേശത്തോടെ പഠിക്കാനും ആരോഗ്യമുണ്ടെങ്കിലേ എന്തും ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. 18ാമത്തെ കാരണമാണ് ഡെവലപ്മെന്റൽ ഡിലേ. ചില കുട്ടികൾക്ക് പ്രായം ഉണ്ടാകും, പക്ഷേ ശരീരം വളർന്നിട്ടുണ്ടാവും, പക്ഷേ മനസ്സിന് വളർച്ച എത്തിയിട്ടുണ്ടാവില്ല. ചെറിയ കുഞ്ഞുങ്ങളെ പോലെ കളിക്കുന്നത് കാണാം. അതിന് പല കാരണങ്ങളും, അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് തന്നെ ഒരുപാട് കേസുകൾ വന്നിട്ടുണ്ട്. 4ാം ക്ലാസ് 5ാം ക്ലാസ്സിൽ എത്തിയിട്ടും ചെറിയ കുട്ടികളുടെ അഞ്ചത്തിയുടെ വസ്ത്രം ധരിക്കുക. അത് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നേരത്തെ നല്ല സ്നേഹം കൊടുത്ത കുട്ടിയായിരുന്നു, ഇപ്പോൾ കൊടുക്കുന്നത് ചെറിയ കുട്ടിക്കാണ്. അപ്പോൾ ആ ചെറിയ കുട്ടി കാണിക്കുന്നത് പോലെയൊക്കെ കാണിക്കാൻ ശ്രമിക്കും, സ്നേഹം കിട്ടാനും വേണ്ടി. അങ്ങനെയും സാധ്യതയുണ്ട്. ചില കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുമ്പോൾ ഒരു പ്രായം വരെ നമുക്ക് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കാവും. എല്ലാ പ്രായത്തിലും നമുക്ക് കുട്ടികളെ കളിപ്പാട്ടത്തിൽ തന്നെ, നമ്മൾ ടോയ്സിൽ തന്നെ അവരെ ഇൻക്ലൂഡ് ആക്കരുത്. അവർക്ക് മറ്റുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ അവസരം കൊടുക്കണം എന്നുള്ളത് പ്രത്യേകം. ഏത് പ്രായത്തിലാണ് നമ്മൾ കൊടുക്കേണ്ടത്, ഏത് തരത്തിലാണ് നമ്മൾ ടോയ്സുകൾ കൊടുക്കേണ്ടതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കും. 19ാമത്തെ കാരണം വളരെ പ്രധാനപ്പെട്ട, ഒരുപാട് കുട്ടികൾക്കുള്ള ഒരു സംഗതിയാണ് ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ശ്രദ്ധ ലഭിക്കാത്ത കുട്ടികൾ. ഇങ്ങനെ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല, ഇവർ എപ്പോഴും ആക്റ്റീവായിക്കൊണ്ടേയിരിക്കും. അത് തൊട്ട് ഇത് തൊട്ട്, അതുപോലെ അവിടെ പോയി ഇവിടെ പോയി. ചിലപ്പോൾ എല്ലാ കുട്ടികളും ഉറങ്ങുകയാണെങ്കിൽ ഇവർ ഉറങ്ങൂല. അതുപോലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിലും നമ്മൾ കൈ പിടിച്ചാൽ തന്നെ അത് കൈയൊക്കെ വിട്ട് ഓടിക്കളയുന്ന ഒരവസ്ഥ. അതുപോലെ അവർക്ക് ശ്രദ്ധ ലഭിക്കൂല. കുറച്ച് സമയം കാര്യങ്ങൾ ശ്രദ്ധിക്കാം, എന്തും ഒരു കാര്യങ്ങൾ ഇവർ പൂർത്തീകരിച്ച് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുള്ള കുട്ടികൾക്കും അടങ്ങിയിരിക്കാൻ കഴിയാത്തത് കൊണ്ട് ഇവർക്ക് പഠിക്കാൻ കഴിയില്ല. 20ാമത്തെ കാരണം സ്ലീപ്പ് പ്രോബ്ലംസ്, ഉറക്ക സംബന്ധമായ പ്രശ്നങ്ങളുള്ള കുട്ടികൾക്കും പഠിക്കാൻ കഴിയില്ല. നന്നായി ഉറക്കം ലഭിക്കുന്നില്ല. ഇനി ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഇടയ്ക്കിടെ എഴുന്നേൽപ്പ്, ഞെട്ടി ഉണരുക, ഭയം, പേടി, അതുപോലെ ഉറക്ക സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ചെറിയ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഷോർട്സിൽ. ഉറക്കിൽ കുട്ടികൾക്ക് ഞെട്ടി ഉണരുക, ഭയപ്പെടുക, അതുപോലെ ഉറക്കിൽ മൂത്രമൊഴിക്കുക, ഇങ്ങനെ ഉറക്ക സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ കുട്ടികളെ അലട്ടുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ചെറിയ ചെറിയ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ സംസാരിക്കും. അപ്പോൾ ഈ കാരണങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഉണ്ടെങ്കിൽ കുട്ടികൾ പഠനത്തിൽ പിന്നോക്കം നിൽക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ പരിഹാരം അടുത്ത വീഡിയോയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ സംസാരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക.